ഹായ് എവ്രി വൺ. നല്ല ചുട്ടെടുത്ത മുളകൊക്കെ ഇടിച്ച് ചേർത്തുണ്ടാക്കുന്ന മീൻകറി ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഒരു തവണ കഴിച്ചിട്ടുള്ളവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒരിക്കലും നാവിൽ നിന്ന് മാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് ഇന്നത്തെ വീഡിയോയ്ക്ക് 2 ക്ലൈമാക്സ് ആണ് ഉള്ളത്. ഒരേ മസാലയിൽ തന്നെ നമ്മൾ 2 തരത്തിലുള്ള ഫിഷ് റെസിപ്പീസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണേ. ഇനി നമുക്കിതിൻ്റെ മേക്കിങ്ങിലേക്ക് പോകാം. ചൂടായ ചട്ടിയിലേക്ക് ഉലുവ, കടുക്, വറ്റൽമുളക് ഇത്രയും കാര്യങ്ങൾ ചേർക്കാം. വറുത്തെടുത്ത ഐറ്റംസ് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി മസാല തയ്യാറാക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി ഇത്രയും കാര്യങ്ങൾ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് കാരമലൈസ് ആയിട്ട് വരുമ്പോഴത്തേക്കും ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയും കൂടി ചേർക്കാം. ഇതൊന്ന് സോഫ്റ്റായിട്ട് വരുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും കാര്യങ്ങൾ ചേർക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അടച്ച് വേവിക്കാം. ഈ മസാല വെച്ചിട്ട് ഉണ്ടാക്കാൻ പോണത് ഒരു മീൻ കറിയും പിന്നെ മീൻ പൊള്ളിച്ചതും കൂടിയാണ്. ഈ മസാല ഇനി 2 പോർഷനായിട്ട് മാറ്റാം. ഇനി മീൻ കറിക്ക് വേണ്ട ആ മസാല തരിതരിപ്പായിട്ട് വെള്ളം ചേർത്തൊന്ന് അരയ്ക്കാം. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും മുറിച്ച് വെച്ചിരിക്കണ മീൻ കഷ്ണങ്ങൾ ചേർക്കാം. തക്കാളി അരച്ച് ചേർത്തേക്കുന്നതുകൊണ്ട് അത്യാവശ്യം പുളി ഉണ്ടാവും. പക്ഷെ എന്നാലും പുളി കുറവാണെങ്കിൽ കുറച്ച് പുളിവെള്ളം ഇപ്പോൾ ചേർക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഉപ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. അതിനുശേഷം 2-3 പച്ചമുളകും കൂടി ചേർത്ത് ഈ മീൻ കറി അടച്ച് വേവിക്കാം. ഈ സമയം കൊണ്ട് മീൻ പൊള്ളിച്ചത് തയ്യാറാക്കാം. നേരത്തെ മാറ്റി വെച്ച ആ മസാല ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്ത് അതിലേക്ക് ആ പൊടിച്ച് വെച്ച മസാല കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള പുളിവെള്ളം, ഉപ്പ് ഇത്രയും കാര്യങ്ങൾ ചേർക്കാം. ഇനി ഈ മസാല നന്നായിട്ട് വാട്ടിയ ഒരു വാഴയിലേക്ക് പരത്തി കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് വരഞ്ഞ മീനൊന്ന് വെച്ച് കൊടുക്കാം. അതിൻ്റെ മീതെയും ഈ മസാല നന്നായിട്ട് പരട്ടി കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതെ വേണമെന്നുണ്ടെങ്കിൽ സ്ലൈസ് ചെയ്ത പച്ചമുളക്, തക്കാളി, ഉള്ളി ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് വെക്കാം. ഇനി ഇത് റാപ്പ് ചെയ്തിട്ട് നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മീൻ കറി അത്യാവശ്യം നല്ല ഒരു കൊഴുത്ത ചാറോടുകൂടി പാകമായിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പം ഇതൊരു സാധാരണ തേങ്ങാപ്പാല കഴിച്ച മീൻ കറിയുടെ ലുക്കല്ലേ. ഇനിയാണ് ഇതിൻ്റെ മേക്ക് ഓവർ. നമ്മൾ ആ നേരത്തെ ഇടിച്ച് വെച്ചേക്കുന്ന ഇടിച്ചമുളക് കൂട്ടിലേക്ക് ഇടുമ്പോഴത്തേക്കും ആ കറിയുടെ ഒരു കളറും ടേസ്റ്റും ഫ്ലേവറൊക്കെ വേറൊരു ലെവലിലേക്ക് തന്നെ പോവും. മീൻ പൊടിയാതെ ഈ മസാല കറിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇളക്കി ചേർക്കാം. ഈ കറി കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ ഇതിൻ്റെ ടേസ്റ്റ് എത്ര അടിപൊളിയായിരിക്കുന്നു. ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു നഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും 2 റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.